ഇന്നത്തെ ക്ലാസ്സിൽ ഡിസീസസ് ഗോയിങ് ഫോർ എലിമിനേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് ടേംസ് ആണ് ഇറാഡിക്കേഷനും എലിമിനേഷനും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി യൂസ് ചെയ്യുന്ന ടേമാണ്. അതായത് ഒരു ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം ലോകം മുഴുവൻ ആ രോഗം ഇല്ലാതെയായി, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയായി. അതാണ് ഇറാഡിക്കേഷൻ്റെ അർത്ഥം. ആണത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഒരു രോഗം ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ കോസേറ്റീവ് ഏജൻറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അത് ആ രോഗമുണ്ടാക്കുന്ന എന്താണോ, ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ജീവികളാണോ, എന്ത് ജീവികളായാലും ആ കോസേറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ ആ കോസേറ്റീവ് ഏജൻറ്റ് നമ്മുടെ ലോകത്ത് എങ്ങും കാണാൻ സാധിക്കുകയില്ല. അതാണ് ഇറാഡിക്കേഷൻ്റെ 3 പ്രധാന പ്രത്യേകതകൾ. ഏതൊക്കെയാണ്? അതൊരു ഗ്ലോബൽ ടേമാണ്. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇറാഡിക്കേറ്റ് ചെയ്തെന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് ആ രോഗം ഇല്ലാതാകും. മാത്രമല്ല അതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് അല്ലായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്മോൾ പോക്സ്, അതായത് നമ്മുടെ വസൂരി, മുമ്പുണ്ടായിരുന്ന വസൂരി 1980 ലോകവ്യാപകമായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്തതാണ്. അതൊരു ഉദാഹരണമാണ്. ഇനി എലിമിനേഷനാണ്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ജോഗ്രഫിക് ഏരിയയിലാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇന്ന രോഗം നമ്മൾ എലിമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇന്ന രോഗം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ഒരു പർട്ടിക്കുലറായിട്ട് ഒരു ഏരിയ പറയും. അതാണ് എലിമിനേഷൻ്റെ ഒരു പ്രത്യേകത. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രോഗം എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അത് പോയി എന്ന് അർത്ഥമില്ല. ഇടയ്ക്ക് മുറയ്ക്ക് 1-2 കേസുകളൊക്കെ കാണും. ഓരോ ഡിസീസും എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓരോ ഡിസീസിനും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ കാണും. 1000 അല്ലെങ്കിൽ 1,00,000 പേരിലെടുത്താൽ ഒരു കേസോ, 1 അല്ലെങ്കിൽ 10 താഴെ കേസോ, അങ്ങനെ ഓരോ ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി എലിമിനേറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ടും ആ രോഗം കോസേറ്റീവ് ഏജൻറ്റും ഉണ്ട്, ആ രോഗവും നമ്മുടെ അറ്റ്മോസ്ഫിയറിലും നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ട്. പക്ഷേ വ്യാപകമായി ഇല്ല. അത് നിയന്ത്രണ വിധേയമായിട്ടുള്ള രീതിയിൽ നമ്മളത് കൺസിഡർ ചെയ്ത് വെച്ചേക്കുന്നു. നിയന്ത്രണ വിധേയമായ രോഗം, അതാണ് എലിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ എലിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ലൈഡിൽ ആദ്യം നമ്മൾ പറയുന്നത് 1980 ഇറാഡിക്കേറ്റ് ചെയ്ത രോഗമാണ് സ്മോൾ പോക്സ് അഥവാ നമ്മുടെ വസൂരി എന്ന് പറയുന്ന രോഗം. 2011 റിൻഡർപെസ്റ്റ് എന്ന് പറയുന്ന രോഗവും ലോകവ്യാപകമായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഇനി എലിമിനേറ്റ് ചെയ്യാനുള്ള ഡിസീസുകളാണ്. അതിൽ ഞാൻ പറയാം. മലേറിയ എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ ഫൈലേറിയാസിസ്, അതായത് മന്ത് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രോഗമാണ്. കലാസർ, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. പിന്നെ റാബീസ് മീൻസ് നമ്മുടെ പേപ്പട്ടി വിഷം എന്നുള്ള പറയുന്നത് നമ്മുടെ റാബീസ് വൈറസിന്റെ ട്രാൻസ്മിഷൻ. അതും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് എലിമിനേഷൻ ഓഫ് ഡോഗ് മീഡിയേറ്റഡ് റാബീസ് ആണ്. 2030 പട്ടി അല്ലെങ്കിൽ നായ വർഗത്തിലുള്ള ജീവികളുടെ അവയുടെ ആക്രമണങ്ങളും മൂലം മറ്റുമുള്ള റാബീസ് ഇൻഫെക്ഷൻ്റെ വ്യാപനം തടയുക, 2030 തടയുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ്, സെർവിക്കൽ ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. പിന്നെ കോളറയുടെ കോസറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് സ്ഥിരം ചോദിക്കുന്നതാണ്. വിബ്രിയോ കോളറയാണ്. പിന്നെ HIV AIDS, അതൊക്കെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രോഗങ്ങൾ. നമ്മൾ ഒരു ഡിസീസിൻ്റെ എലിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് ഓൾറെഡി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ മെയിനായിട്ട് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രോഗം പടരുന്നത്, ആ രോഗത്തിൻ്റെ ട്രാൻസ്മിഷനെ ഇൻറ്ററപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് എലിമിനേഷൻ സാധ്യമാകുന്നത്. സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് ഡിസീസ് കൺട്രോൾ എന്നും പറയാൻ പറ്റും. അതായത് ഇവിടെ ഏജന്റ് ഈസ് പെർമിറ്റഡ് ടു പെർസിസ്റ്റ്. നമ്മൾ അന്തരീക്ഷത്തിൽ ഏജന്റിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇൻസിഡൻസ്, അതായത് രോഗാവസ്ഥ ഉണ്ടാകുന്ന ആ സംഭവമാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആ ഇൻസിഡൻസ് കേസുകൾ ഡിക്രീസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു രോഗത്തിന്റെ എലിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നും ഇതുവരെ എലിമിനേറ്റ് ചെയ്യപ്പെട്ട ഡിസീസുകൾ ഏതെന്നാണ് പറയുന്നത്. ആദ്യത്തെന്ന് വെച്ചാൽ മെറ്റേണൽ ആൻഡ് നിയോനേറ്റൽ ടെറ്റനസ്, അതായത് ഗർഭിണികളായ അമ്മമാരിലും നവജാത ശിശുക്കളിലുമുള്ള ടെറ്റനസ്, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ള രീതിയിൽ ഇപ്പോഴും നമുക്ക് ഗർഭിണികളായ സ്ത്രീകൾക്ക് ടെറ്റനസ് ഇഞ്ചക്ഷൻ പ്രത്യേക ഇടവേളകളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ലെപ്രസിയാണ്.
ലെപ്രസി എന്നാൽ കുഷ്ഠമാണ്. നമ്മളിപ്പോൾ ട്യൂബർക്കുലോസിന്റെ പഠിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മറ്റൊരു സ്പീഷീസാണ് മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന സ്പീഷീസാണ് ലെപ്രസി പകർത്തുന്നത്. അതും ഒരു എലിമിനേറ്റ് ചെയ്യപ്പെട്ട ഡിസീസാണ്. പക്ഷേ നിങ്ങൾ ചോദിക്കും, ലെപ്രസി ഇപ്പോഴും ഉണ്ടല്ലോ, അതായത് ഇപ്പോഴും കുഷ്ഠരോഗം ഉണ്ടല്ലോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഇപ്പോഴും കുഷ്ഠരോഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഡെഫിനിഷനുണ്ട്. ഇത്ര ആളുകൾക്ക് ഇത്ര ആളുകൾ എടുക്കുമ്പോൾ, അതായത് ഒരു 1,00,000 പേരെ എടുക്കുമ്പോൾ, അതായത് 10-ൽ താഴെ കേസേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ എലിമിനേറ്റഡ് കേസായിട്ട് നമ്മൾ പറയാറുണ്ട്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതുപോലെ തന്നെ ഓരോ രോഗത്തിനും ഓരോ പ്രത്യേക ഡെഫിനിഷനുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം മതി എലിമിനേറ്റഡ് എന്ന് പറഞ്ഞൊരു ടാഗ് നമുക്ക് ആ രോഗത്തിന് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലെപ്രസിയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. പിന്നെ യാസ് എന്ന് പറയുന്ന രോഗം, പിന്നെ ഗിനിവം എന്ന് പറയുന്ന രോഗം, ഇതെല്ലാം ഇന്ത്യയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെട്ട രോഗങ്ങളാണ്. ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പറയാം. 2016 ഏപ്രിലിന് മുമ്പ് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ട്രൈവാലന്റ് OPV ആണ്. OPV മീൻസ് ഓറൽ പോളിയോ വാക്സിൻ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ 2016 ഏപ്രിൽ മുതൽ ബൈവാലന്റ് OPV, അതായത് ഓറൽ പോളിയോ വാക്സിനാണ് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ആ ഡേറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ന് മുതലാണ് ട്രൈവാലന്റ് OPV ബൈവാലന്റ് OPV ആയി മാറിയത്? അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏപ്രിൽ 2016 എന്ന് എഴുതണം. അതല്ലാന്നുണ്ടെങ്കിൽ 2016 ഏപ്രിൽ മാസം മുതൽ ഓറൽ പോളിയോ വാക്സിൻ ഉണ്ടായ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് മുതലാണ് നമുക്ക് ബൈവാലന്റ് OPV ആയിട്ട് വന്നത്. അപ്പോൾ ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മെയിൻ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഈ പോർഷനിൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ. അത് കൂടുതൽ നമുക്ക് ഈ ഇറാഡിക്കേഷനും എലിമിനേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരി, അപ്പോൾ 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ താഴെ തന്നിരിക്കുന്നതിൽ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ട രോഗം ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ട രോഗം ഏതെന്ന് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് ഈ എലിമിനേഷനും ഇറാഡിക്കേഷൻ എന്നുള്ള 2 വാക്കുകളുടെ അർത്ഥവ്യത്യാസം നോക്കി വേണം ആൻസർ എഴുതാൻ. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ നേരത്തെ പറയുന്ന പോലെ ഓരോ ഡേറ്റുകൾ ചോദിക്കാം. സ്മോൾ പോക്സ് എന്നാണ് ഇറാഡിക്കേറ്റ് ചെയ്തത്, റിൻഡർപെസ്റ്റ് എന്നാണ് ഇറാഡിക്കേറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഇനി എലിമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉറപ്പാണ്, ഇത് ഈ ചോദ്യം വരുന്നെങ്കിൽ മിക്കവാറും 90% ചോദ്യം വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് നല്ലതുപോലെ ഗൈഡ് വായിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നന്നായിട്ട് റാങ്ക് ഫയൽ നോക്കി വായിച്ച് പഠിക്കണം. ഓക്കെ, താങ്ക് യു.